CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ചാവക്കാട് തിരുവത്ര കോട്ടപ്പുറത്ത് CPM കോൺഗ്രസ് സംഘർഷം. നഗരസഭാ കൌൺസിലർ അടക്കം 5 പേർക്ക് പരിക്ക്. കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ ബഹളം. BJP അംഗങ്ങൾ അജണ്ട അവതരണ വേളയിൽ എഴുന്നേറ്റ് നിന്ന് പ്രതിഷേധിച്ചു. 2 മാസക്കാലമായി തെരുവിളക്കുകൾ കത്താത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് മെമ്പർമാർ വേലൂർ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്ത 100 പേർക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു. കുന്നംകുളം പാറേമ്പാടത്ത് മദ്യലഹരിയിൽ ഓടിച്ച ഓട്ടോറിക്ഷ കാറിൽ ഇടിച്ച അപകടം, ആർക്കും പരിക്കില്ല. ഓട്ടോറിക്ഷ ഡ്രൈവർ മേഴത്തൂർ കിഴക്കേ കോടനാട് സ്വദേശി രതീഷിനെ കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുന്നംകുളം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കമ്മ്യൂണിറ്റി കേബിൾ നെറ്റ്വർക്ക് ലിമിറ്റഡിന്റെ 19ാം വാർഷിക യോഗം നടന്നു. രാവിലെ 11-ന് CCTV കോൺഫറൻസ് ഹാളിൽ ചേർന്ന വാർഷിക യോഗം തൃശൂർ കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ T. ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. കടവല്ലൂർ പഞ്ചായത്തിലെ ആൽത്തറ മുല്ലപ്പിള്ളിക്കുന്നിൽ മണ്ണെടുക്കാനുള്ള ശ്രമം നാട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് ഉപേക്ഷിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് മണ്ണുമാന്തി യന്ത്രങ്ങൾ കൊണ്ടുവന്നത്. നടത്തറ ഇടവക വികാരി ഫാദർ ചാക്കോ ചെറുവത്തൂർ നിര്യാതനായി. 64 വയസ്സായിരുന്നു. ഏനാമാവ് ചെറുവത്തൂർ വീട്ടിൽ റപ്പായി കുഞ്ഞല ദമ്പതികളുടെ മകനാണ്. ചാലിച്ചേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ കോതമംഗലം തീർത്ഥാടന വിളംബര ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകി. കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന എൽദോമോർ ബസേലിയോസ് ബാവയുടെ 339ാം ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് തലശ്ശേരി കടപ്പുറത്തു നിന്നും ആരംഭിച്ച തീർത്ഥാടന രഥപ്രയാണത്തിന് പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളിയിൽ സ്വീകരണം നൽകി. കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പുതുതായി നിർമ്മിച്ച 4 നില ബ്ലോക്കിന്റെ ഉദ്ഘാടനം നടന്നു. മരത്തംകോട് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയുടെ വെള്ളിത്തിരുത്തി മാർ ഗ്രിഗോറിയോസ് കുരിശുപള്ളി പെരുന്നാൾ ആഘോഷം ഭക്തിസാന്ദ്രം. ശനി ഞായർ ദിവസങ്ങളിലായിരുന്നു പെരുന്നാൾ ആഘോഷം. പോർക്കുളം പഞ്ചായത്തിലെ പാടശേഖരങ്ങളിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള മരുന്നു തളിക്കൽ തുടങ്ങി. കടങ്ങോട് മണ്ഡലത്തിലെ കോൺഗ്രസ് സഹപ്രവർത്തകർ സ്വരൂപിച്ച അരിയും പലവ്യഞ്ജനങ്ങളും പുതിയ വസ്ത്രങ്ങളും വയനാട്ടിലേക്ക് കൊണ്ടുപോകുന്ന വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് മണ്ഡലം വൈസ് പ്രസിഡന്റ് സലാം വലിയകത്ത് നിർവഹിച്ചു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ഐക്യമുന്നണി കൺവീനറുമായിരുന്ന അഴീക്കോടൻ രാഘവന്റെ രക്തസാക്ഷിത്വ ദിനാചരണം വിവിധയിടങ്ങളിൽ സംഘടിപ്പിച്ചു. മറ്റം യുവധാര കൾച്ചറൽ ആൻഡ് വെൽഫെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ദിവസങ്ങളിലായി നടത്തിവന്ന ഓണാഘോഷങ്ങൾക്ക് സമാപനമായി. മുണ്ടത്തിക്കോട് സ്നേഹക്കൂടാരത്തിൽ നടന്ന ഓണാഘോഷം വർണ്ണാഭമായി. DVLP സ്കൂളിൽ നടന്ന ചടങ്ങ് ഡിവിഷൻ കൌൺസിലർ K. ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ കരിക്കാട് പൂങ്കാവനം സെന്റ് ജോർജ് ചാപ്പൽ പെരുന്നാളിന് ഞായറാഴ്ച കൊടിയേറി. ഒക്ടോബർ 1, 2 തീയതികളിലാണ് പെരുന്നാൾ ആഘോഷം. കുന്നംകുളം സീഡ് സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഗുഡ് ഷെപ്പേർഡ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷം ഫാദർ വിജു കോലങ്കണ്ണി ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം വൈസ്മെൻ സെൻട്രൽ ക്ലബിന്റെ ഓണാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ചർച്ചിന്റെ 2024-25 വർഷത്തെ കൈക്കാരന്മാരായി CK ഡേവിസ്, VK ബാബു, പോളി മാസ്റ്റർ, സെബി താണിക്കൽ എന്നിവർ ചുമതലയേറ്റു. SDPI 2024-27 വർഷത്തെ കുന്നംകുളം നിയോജക മണ്ഡലം ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.